ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ്. സുഖം എല്ലാവർക്കും. ഞാൻ വന്നിരിക്കുന്നത് ഒരു സംഗതി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഞാനെല്ലാം പാചകമൊക്കെ ചെയ്ത് രാവിലത്തെ പരിപാടിയും ഉച്ചക്കത്തെ പരിപാടിയും വൈകുന്നേരത്തെ പരിപാടി പോലും ചെയ്ത് കഴിഞ്ഞാലാണ് എൻ്റെ വിനോദൻ്റെ പെങ്ങള് പറയുന്നത് ആരോ ഒരു കുക്കിംഗ് വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നു. എന്നോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചൂടെ വീഡിയോയിൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് ഓർ ഇട്ട് തന്നത്. എന്നോട് പറഞ്ഞു ഇത് ചെയ്തുകൂടെ ദിവ്യ നിനക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കിൽ ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. ഇത് എനിക്ക് ആരെങ്കിലും വീഡിയോ എടുത്ത് തരണമല്ലോ, അതാണ്. എനിക്കിത് എങ്ങനെയാന്ന് എടുക്കേണ്ടത്, എങ്ങനെയാന്ന് എഡിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നേരിട്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. എഡിറ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എഡിറ്റിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ ആക്കിയെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാലോ എന്ന്. ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്താന്ന് കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഞാൻ ആക്കിയതെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ കുട്ടിയൊക്കെ ആക്കിയെന്ന് കണ്ടാലോ നിങ്ങൾക്ക്. ഇതാ എന്താണ് ഇതെന്നറിയാം, കിഴങ്ങും മത്തിയാണ് കേട്ടോ. ഇന്ന് ഞാൻ വൈകുന്നേരം കുട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചത്. രാവിലെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞാൽ മത്തി ഒക്കെ ആക്കുന്നതാണല്ലോ. അപ്പോൾ കുളി കഴിയുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു മത്തിയും കിഴങ്ങും ഇട്ടിട്ടൊക്കെ ആക്കി കഴിഞ്ഞിട്ട് കുട്ടികൾ അഞ്ച് മണി 5:30 ആവും എത്താൻ. എന്നാലും പെട്ടെന്ന് ആക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 1 മണിക്ക് ആക്കി വെച്ചതാണ് കേട്ടോ. ഇത് മത്തിയും കിഴങ്ങും മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കിഴങ്ങ് ഞാൻ ആദ്യം തന്നെ വേവിച്ചിട്ട്, എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും അല്ലേ ഈ മത്തിയും കിഴങ്ങൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി വേറെ തന്നെ വേവിക്കും. എന്താണ് മുളക് പൊടിയും മറ്റേ വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട്, എന്നിട്ട് മത്തിയുടെ മുള്ള് കളഞ്ഞിട്ടാണ് ഞാൻ ഈ കിഴങ്ങിലേക്ക് മിക്സ് ആക്കും കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. മത്തിൻ്റെ അകത്തുള്ള മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് ഈ കിഴങ്ങുമായിട്ട് മിക്സ് ആക്കുക. അല്ലാണ്ട് മത്തിയോട് മുള്ള് കളയാണ്ട് ചിലരിടും, പക്ഷെ കുട്ടികളെല്ലാം കഴിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. മുള്ള് കളഞ്ഞിട്ട് ഇതിലിടുന്നതാണ് ഇഷ്ടം. അപ്പം നമുക്ക് പെട്ടെന്ന് തിന്നാൻ കഴിയും, മുള്ളൊന്നും തൊണ്ടയിലൊന്നും ഇതാവില്ലല്ലോ. അതുകൊണ്ട് മത്തിയുടെ മുള്ള് വേവിച്ചിട്ട് മത്തിയുടെ മുള്ള് കളഞ്ഞതിന് ശേഷമാണ് ഈ കിഴങ്ങുമായിട്ട് ഞാൻ മിക്സ് ആക്കല് കേട്ടോ. വെരി ടേസ്റ്റ്. ഇത് പണ്ടൊന്നും ഞാനിത് കഴിക്കൂല കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഗതി കിഴങ്ങും മത്തിയിട്ട് വെക്കുന്നത്. പക്ഷേ ആ സമയത്തൊന്നും, ആ പ്രായത്തിലൊന്നും ഞാനും എൻ്റെ അനിയത്തിമാരും 2 ആളും കഴിക്കൂല കേട്ടോ. ഇത് നമ്മൾ 3 ആളും കഴിക്കാറില്ല. അപ്പം അമ്മ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മത്തി മിക്സ് ആക്കുന്നതിന് മുന്നേ കിഴങ്ങ് മാറ്റി വെക്കുക നമുക്ക്. എന്നിട്ട് കടുകും വറ്റൽമുളകെല്ലാം ഇട്ടിട്ട് താളിച്ച് തരും. അല്ലാണ്ട് ഈ മത്തി ഇട്ടിട്ട് പിന്നെ ഈ വിനോദൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഈ കിഴങ്ങും മത്തിയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതി കേട്ടോ. ഇതിൻ്റെ കൂടെ ശരിക്കും കട്ടൻ ചായ വേണ്ടത്, പക്ഷെ കട്ടൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കിയെന്നറിയാം, പാൽച്ചായയും കപ്പയാണ് കേട്ടോ. കപ്പയെല്ലാം നമ്മൾ കിഴങ്ങ് എന്നാ പറയാ നമ്മളിവിടെ കണ്ണൂർ തന്നെ പല ഭാഷയിൽ പറയും. ഇത് എന്താണ് പൂള എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെ ഭാഗത്തെല്ലാം കിഴങ്ങ് എന്നാ പറയാ കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയത് കേട്ടോ. ഇത് ഞാനിനി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെയെല്ലാം ഇത് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ആക്കി പോയതാണ്. അപ്പം എൻ്റെ വിനോദൻ്റെ പെങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്കിതൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി. നമ്മൾ എന്താ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ഇത് കാണിച്ചു തരണമെന്ന് തോന്നി, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ. ഓക്കെ, ബൈ.